ഓണം എന്നപോലെ ഓണക്കാഴ്ചകൾ എന്നപോലെ അത്തപ്പൂക്കളം എന്നപോലെ നിരവധി കാഴ്ചകളാണ്, വർണ്ണവിസ്മയങ്ങളാണ് ഈ അത്തഘോഷയാത്രയെ, അത്തച്ചമയ ഘോഷയാത്രയെ വിഭിന്നമാക്കുന്നത്. നമ്മൾ ഈ ഓണക്കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഒരു കവിയുടെ ഒരു വചനമുണ്ട്, മുഗ്ധം ഈ കാഴ്ച തന്നെ ഒരു ഓണം. അത്തരത്തിൽ ഈ കാഴ്ചകൾ തന്നെ ഒരു ഓണമാകുന്നതാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര എന്ന് പറയുന്നത്. അതിലെ പ്രധാന വൈവിധ്യങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തനത് കലയായ പുലിക്കളി പോലെയുള്ള കലാരൂപങ്ങൾ, അത് വേഷം കെട്ടി ഇന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിനു വേണ്ടി തയ്യാറെടുത്ത് വർഷങ്ങളുടെ തയ്യാറെടുപ്പ് നടത്തി കുടവയറൊക്കെ അതേപോലെ നിലനിർത്തി പുലിയുടെ വേഷങ്ങൾ കെട്ടി ഒരുങ്ങുന്ന കാഴ്ചകളൊക്കെ ഇന്ന് രാവിലെ നമ്മൾ ഗുഡ് മോർണിംഗ് കേരളത്തിലൊക്കെ കണ്ടതാണ്. അർച്ചന കുറേ പുലികളുടെ നടുകിൽ പെട്ടുപോയ ഒരു മാൻപേടയെ പോലെ നിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അർച്ചന, PCR എന്ന് പറയുന്നു അർച്ചന പുലികളുടെ നടുവിൽ പെട്ട മാൻപേടയെ പോലെ നിൽക്കുകയാണ്. എങ്ങനെയാണ് അവിടുത്തെ ഒരു ആവേശകരമായ കാഴ്ചകൾ? കാരണം നമുക്ക് കണ്ണിന് കാണുന്ന കാഴ്ചകൾ തന്നെ ഒരു ഓണമായി മാറുന്ന അവസ്ഥയാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ. ദിൽഷ, പുലികൾ മാത്രമല്ല എല്ലാ കലാകാരന്മാരും ഒത്തുചേർന്നൊരു സംഗമ ഭൂമിയായി മാറിയിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്നത്. എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതായത് നഗരവീഥികളിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും തന്നെ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. എല്ലാവരും ഇപ്പോൾ പ്രാക്ടീസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഒരുപാട് പുലികളും അതുപോലെ മറ്റ് ഈ കാള ഒട്ടിക്കളി, നമ്മൾ കേൾക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അത്തരത്തിൽ ഒരു വൈവിധ്യമാർന്ന കലാസംഗമ ഭൂമിയായി ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ അണിയറ മാറിയിരിക്കുകയാണ്. എവിടെ നോക്കിയാലും കലാകാരന്മാരും അവരുടെ ഇത്തരത്തിൽ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് പുലികൾ എന്തായാലും ഇവിടെ തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇതൊരു വിസ്മയമായ കാഴ്ചയിലേക്ക് ഈ അണിയറ മാറിയിരിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഇപ്പോൾ പലരും വിശ്രമിക്കുകയാണ്. ഇത്തരത്തിൽ ഒരുപാട് പുലികൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പുലികളുടെ നടുക്ക് തന്നെയാണ് നമ്മൾ ഉള്ളത്. ഇപ്പോൾ ഒരുപാട് പുലികൾ ഇവിടെ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നിരനിരയായി എല്ലാവരും ഇവിടുത്തെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് പൂർത്തിയായി. ഇനി റോട്ടിലേക്ക് ഇറങ്ങിയാൽ മതി, അവർ തകർക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അത്തരത്തിൽ ഗംഭീരമായ ഈ ചിത്രപ്പണികളെല്ലാം ചെയ്തു വെച്ച് അത്രയും മനോഹരമാക്കിയിരിക്കുകയാണ് ഈ പുലികളെല്ലാം തന്നെ. ചേട്ടാ, ഇവിടുത്തെ ഏറ്റവും വൈറലൊരു പുലി ചേട്ടനാന്ന് തോന്നുന്നു അല്ലേ? എനിക്കില്ല, വേറെ കണ്ടു. ഞങ്ങളുടെ പ്രേക്ഷകരൊക്കെ ചോദിച്ചൊരു കാര്യമുണ്ട്, എങ്ങനെയാണ് ഈ വയറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്? ഇതിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്? വർഷങ്ങളായി ഇവിടെ വരുന്നവരാണ്. എല്ലാം കഴിഞ്ഞു, പൂർണ്ണമായും കഴിഞ്ഞു. 8 തന്നെ മത്തനൊക്കെ കഴിച്ചിട്ടാ മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു വട്ടേ ചോറ് കഴിക്കാള്. ഞങ്ങളൊക്കെ തൃശ്ശൂർക്കാര്. അത് തൃശ്ശൂർക്കാർക്ക് മാത്രം പുലിക്കളി പറ്റുള്ളൂ. പെയിന്റടിച്ചുള്ള പുലിക്കളി, മറ്റുള്ള സ്ഥലങ്ങളിലെ ഡ്രസ്സിന്റെ പുലികളാ. തൃശ്ശൂരിന്റെ കളിയാണ് പുലിക്കളി. അത് അവരോട് ചോദിക്കാനേ പാടില്ല അവർ ഏത് നാട്ടുകാരാണെന്ന്. തീർച്ചയായും ഇവിടെ എത്തിയവരെ പുലികളെല്ലാം തന്നെ തൃശ്ശൂരുകാരാണ്. നമ്മൾ നേരത്തെ തന്നെ എല്ലാവരെയും കണ്ടതാണ്. അവരൊക്കെ തൃശ്ശൂരിൽ നിന്നും അവർക്കൊരു വികാരമാണ്. അവരെല്ലാ വർഷങ്ങളും ഇവിടെ എത്തുന്നവരാണ്. തൃപ്പൂണിത്തുറയുടെ മണ്ണിൽ അവർ ഇത്തരത്തിൽ നിറഞ്ഞാടുകയാണ്. അതെല്ലാ വർഷവും അവർ പതിവ് തെറ്റിക്കാതെ എത്തുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ വർഷവും വരുന്ന കലാകാരന്മാർ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇതിനായി തയ്യാറെടുത്ത് വർഷങ്ങളുടെ തയ്യാറെടുപ്പാണ് ഇതിലൊക്കെ തന്നെ. അത്രയും പ്രതിസന്ധിയിലൂടെ എല്ലാം കടന്നു വരുന്ന കലാകാരന്മാരാണ്. അതിനെയൊക്കെ അതിജീവിച്ചാണ് അവരിന്ന് ഈ നഗരവീഥികളെ കീഴടക്കാനായി തയ്യാറായിരിക്കുന്നത്. എന്തായാലും ഇത് മാത്രമല്ല, ഒരുപാട് കാഴ്ചകൾ ഇവിടെയുണ്ട്. മയിലാട്ടം, തെയ്യം, തിറ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ. അവരൊക്കെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ഈ രാജനഗര വീതിയിൽ ഇറങ്ങി അവർ വിസ്മയം തീർത്താൽ മാത്രം മതി. അത്തരത്തിൽ എല്ലാ പുലികളും ഇതാ ഇവിടെ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഈ പുലികൾ മാത്രമല്ല, നാടൻ പുലികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഇവിടെ തയ്യാറെടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ കുഞ്ഞുങ്ങളുടെ അടക്കം കലാപരിപാടികൾ, അവരുടെ എല്ലാം തന്നെ ഇത്തരത്തിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ കാണാത്ത വ്യത്യസ്തമായ ഒരുപാട് കലാരൂപങ്ങളുണ്ട്. ഏകദേശം 59 കലാരൂപങ്ങളാണ് ഇത്തരത്തിൽ നഗരവീഥികളിലേക്ക് ഇറങ്ങാനിരിക്കുന്നത്. മാത്രമല്ല 15ഓളം നിശ്ചല ദൃശ്യങ്ങൾ. അങ്ങനെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾ ഇന്ന് തൃപ്പൂണിത്തുറക്കാർക്ക് കൈമാറുക എന്താണ് അതിൻ്റെ ദിവസങ്ങൾ നീണ്ട ഇത്തരത്തിൽ ഒരുക്കങ്ങളൊക്കെയാണ് പൂർത്തിയാക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പച്ചക്കിളികൾ നമ്മൾക്കൊപ്പമുണ്ട്. ഇവരൊക്കെ നമുക്ക് ഒരു തെങ്ങോലയുടെ ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചേച്ചി, എന്താണ് ഇതൊരു മാതൃകയാണോ? പ്രോട്ടോകോളും കൂടെ പാലിക്കപ്പെടുന്നുണ്ട് അത്തച്ചമയ ഘോഷയാത്രയിൽ അല്ലേ? എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാന്നുള്ളത് ക്രിയേറ്റിവിറ്റി. തീർച്ചയായും അതിൻ്റെ ഒരു കൃത്യമായ സൂചനയാണ് ഇവർ നൽകുന്നത്. ഈ ചേച്ചിയുടെ വസ്ത്രം തന്നെ നമുക്ക് നോക്കിയാൽ കാണാം, ഈ തെങ്ങോല കൊണ്ടുണ്ടാക്കിയ വസ്ത്രമാണ്. അത് അത്രയും സമയമെടുത്ത് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. എന്തായാലും ഗ്രീൻ പ്രോട്ടോകോൾ എന്നൊരു കാര്യം തന്നെ നഗരസഭ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതിനുള്ളൊരു മാതൃക കൂടിയാണ് ഇവർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഒരു പാട്ടൊക്കെ പാടി നമുക്ക് ഈ ഓണം കളറാക്കി കൂടെ? എല്ലാവരും കൂടെ ഒരു പാട്ട് പാടി
ഓണപ്പാട്ടായിക്കോട്ടെ. പാട്ട് പാടുന്ന ആൾക്കാരൊന്നും പറഞ്ഞേ. നമുക്കൊന്ന് ഓണം കളറാക്കാൻ ഒരു പാട്ടായിക്കോട്ടെ. എല്ലാരും കൂടെ ഒരു പാട്ടാവട്ടെ. നമുക്ക് ഓണം ഒന്ന് കളറാക്കാം. ഓണവില്ലു കൊട്ടി നമ്മൾ എത്ര വട്ടം പാടി, ഓർമ്മകളിൽ വാഴുമൊരു മന്നവനെ പറ്റി. അസുരനെന്ന പേര് ചൊല്ലി ആരു വിളിച്ചാലും വസുധയുടെ മക്കളെയാ നൃപനൊരുപോൽ കണ്ടു. ഞാൻ ഓർക്കുന്നില്ല. ചേച്ചിമാർക്ക് പാടാനൊന്നുമില്ലേ? അത് ഓണപ്പാട്ടുകൾ എന്ന് പറയുന്ന മാവേലി നാട് പാടിയിടും മാവേലി നാടു പാടിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം അബദ്ധങ്ങൾക്കും ഒട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊലിവചനം. താങ്ക് യു. ഇത്തരത്തിൽ അവർ പറഞ്ഞ പാട്ട് പോലെ തന്നെ ഏറ്റവും ഭംഗിയുള്ളൊരു ഓണക്കാലം സമ്മാനിക്കാൻ തൃപ്പൂണിത്തുറയിൽ നിന്നും തുടക്കമാവുകയാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി കേരളീയരെ സംബന്ധിച്ച് ഓണ ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ ഏറ്റവും തുടക്കമാണ് തൃപ്പൂണിത്തുറയിൽ. ഇത്തരത്തിൽ ഒരുപാട് കലാരൂപങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. അവര് പാടിയ കവിതയിലെ ഒരു വരി, വസുധയുടെ മക്കളെ ആ നൃപൻ നന്നായി നോക്കി എന്ന് പറയുന്ന ആ ഒരു വരി, അത് അർച്ചന ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. കാരണം സംസ്ഥാന സർക്കാർ ഈ വർഷം ഔദ്യോഗികമായ ഓണാഘോഷങ്ങൾ ഇല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഔദ്യോഗികമായ ഓണാഘോഷങ്ങളില്ല. എങ്കിൽ പോലും അത്തച്ചമയ ഘോഷയാത്രകൾ പോലെയുള്ള ഓണക്കാഴ്ചകൾ, ഓണച്ചടങ്ങുകളൊക്കെ സംഘടിപ്പിക്കുന്നത് ഇതിന് പിറകിൽ കുറേ കലാകാരന്മാരുടെ അധ്വാനമുണ്ട്. ഒരു വർഷത്തെ അധ്വാനമുണ്ട് ഏകദേശം ഓരോ കലാകാരന്മാരുടെയും. അവരുടെ ജീവിതമാർഗം കൂടിയാണ്, വരുമാന മാർഗം കൂടിയാണ് ഇത്തരത്തിൽ പുലിവേഷം കെട്ടുക, പുലികളി നടത്തുക എന്നതടക്കമുള്ള നിരവധി കലാകാരന്മാർ. പുലിക്കളി കലാകാരന്മാർ മാത്രമല്ല, നിരവധി കലാകാരന്മാരാണ് ഇത്തരം അത്തച്ചമയ ഘോഷയാത്രകളിൽ പങ്കെടുക്കാൻ, അല്ലെങ്കിൽ ഓണക്കാലത്ത് മാത്രം കണ്ടുവരുന്ന ചില ഓണക്കാഴ്ചകളിലേക്ക് പങ്കെടുക്കാനൊക്കെ വേണ്ടി ഒരു വർഷത്തെ അധ്വാനമാണ്. അവരുടെ ഒരു ജീവിതമാർഗമാണ്, ജീവിത വരുമാന മാർഗമാണ്. അതിനാലാണ് ഇത്തവണ ഈ ഔദ്യോഗിക ആഘോഷങ്ങളില്ലെങ്കിലും ഇത്തരം അത്തച്ചമയ ഘോഷയാത്രകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഈ നെഹ്റു ട്രോഫി വള്ളംകളിയായാലും ഒരുപാട് പേരുടെ അധ്വാനമാണ്, ജീവിതോപാധിയാണ് ഇത്തരം കലകളും കാഴ്ചകളും. അതിജീവനത്തിന്റെ പാതയിലാണ്. ആ അതിജീവനത്തിന്റെ പാതയിലാണ് ഇത്തരത്തിൽ കലാകാരന്മാരെ ചേർത്ത് പിടിക്കുക, അത്തച്ചമയ ആഘോഷങ്ങൾ നടത്തുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരുടെ ഒരു ജീവിത മാർഗം കൂടിയാണ്. അതിനെ നമ്മൾ ഏറ്റവും പറയുക. മാത്രമല്ല, എല്ലാ കേരളത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നും ഈ കലാകാരന്മാർ തൃപ്പൂണിത്തുറയുടെ മണ്ണിലെത്തുകയും തുടർന്ന് രാജവീതികളിലേക്ക് ഇറങ്ങി ആളുകളുടെ മനസ്സ് കീഴടക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ്. അത്തരത്തിൽ കലാകാരെ സംബന്ധിച്ച് ഒരു സംഘം ഭൂമിയായി തൃപ്പൂണിത്തുറ മാറിക്കഴിഞ്ഞു. അത് തന്നെയാണ് സംസ്ഥാന സർക്കാരും അതുപോലെ ചെയർപേഴ്സൺ അടക്കമുള്ളവർ പറഞ്ഞത്. അതായത് ഒരു അതിജീവനത്തിന്റെ പാതയിൽ ഇങ്ങനെ ഒരു ആഘോഷം വേണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. എന്നാൽ അതിൽ പ്രധാനമായി നമ്മൾ പറയുന്നത് ഇത് വർഷങ്ങളായി നടന്നു വരുന്ന ഒരു കലയാണ്, വർഷങ്ങളായി നടന്നു വരുന്നൊരു ചടങ്ങാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട തൃപ്പൂണിത്തുറക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, ഇത് കലാകാരന്മാരെ സംബന്ധിച്ച് വർഷങ്ങളായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘഭൂമി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇതൊരു ജീവിതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ തീരുമാനിച്ചതും അത്താഘോഷവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ആഘോഷം നടത്തുന്നത്. എന്തായാലും ഇന്നലെ മുതലെല്ലാം തന്നെ ആളുകൾ ഇവിടെ നിരവധിയായി എത്തുന്നുണ്ട്. ഇതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായ ഇപ്പോൾ ഓരോ ദിക്കുകളിൽ നിന്നും നമ്മൾ കാണുന്നത് ഓരോ കലാരൂപങ്ങളാണ്. ഇപ്പോൾ പടയണി പൂർണ്ണമായും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇവർ ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഇനി നഗരവീഥികളിലേക്ക് ഇറങ്ങാൻ കാത്തിരിക്കുകയാണ്. എന്തായാലും അത്തരത്തിൽ മണിക്കൂറുകൾ മാത്രമാണ് ഇത്തരത്തിൽ നഗരത്തിലേക്ക് ഇറങ്ങാൻ.